ഇതുപോലെ കാണുമ്പോൾ ഒന്നും തോന്നിയില്ലെങ്കിലും ഇത് ഓപ്പൺ ആയി ഇതുപോലെ അടിപൊളിയായിട്ടുള്ള ഒരു കാർഡാണ് നമ്മൾ A4 പേപ്പർ വെച്ചുണ്ടാക്കാൻ പോകുന്നത്. ഞാൻ ഒരെണ്ണം എടുത്തിട്ടുള്ളത് കളേർഡ് ആയിട്ടുള്ള A4 പേപ്പറാണ്, പിന്നെ ഒന്ന് നോർമൽ വൈറ്റ് കളർ A4 പേപ്പറും. രണ്ടും ഇത് ഇതുപോലെ നടു ഒന്ന് മടക്കി കൊടുക്കുക. അതിനുശേഷം വൈറ്റ് മാത്രം നമ്മളിത് ഇതുപോലെ തിരിച്ച് വെച്ച് ഒരു 3 പീസ് നമ്മൾ റാൻഡം ആയിട്ടുള്ള സൈസിൽ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കത് ഒരേ സൈസിലുള്ള സിമിലർ സൈസിലുള്ളതാക്കണേ. അപ്പം ഞാൻ എൻ്റെ അടുത്തുണ്ടായതിൽ ഏറ്റവും ചെറുത് ഇതുപോലെ വെച്ചിട്ട് 3 ആദ്യം കട്ട് ചെയ്തെടുത്തിട്ട് ആ ചെറുതിൻ്റെ സൈസിലേക്ക് എല്ലാം ഒന്ന് മാറ്റിയെടുക്കുകയാണ് ചെയ്തത്. അപ്പം നമുക്ക് 3 ഒരേ സൈസിൽ കിട്ടും. പിന്നെ ഞാൻ ഇതിൻ്റെ എൻഡും കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പേപ്പറിൽ A4 പേപ്പർ ആകുമ്പോൾ രണ്ടും സിമിലർ സൈസ് ആയിരിക്കുമല്ലോ. അപ്പോൾ ആ സൈസ് ഒന്ന് കുറച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ അതിൻ്റെ എൻഡും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുള്ള ഈ പീസസ് ഒക്കെ അല്ലേ, അതൊന്ന് മടക്കി കൊടുക്കണം. ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ സിമിലറായിട്ട് ഏറ്റവും രണ്ടറ്റത്ത് ഒട്ടിക്കാൻ പറ്റുന്ന ആ പേപ്പർ പീസസ് ഇല്ലേ, അതൊന്ന് മടക്കിയെടുക്കുക. അതായത് നമ്മൾ നടു മടക്കിയതിന് ശേഷം അതിൻ്റെ 2 സൈഡിലേക്കും ഫ്ലാപ്സ് ഒന്ന് മടക്കി കൊടുക്കുക. നടുക്കിൽ വെക്കുന്ന പീസ് മാത്രം ഇതുപോലെ ഒന്ന് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കണം. ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതൊന്ന് പേപ്പറിൽ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഏറ്റവും എൻഡിൽ വരുന്ന, അതായത് ഇത് ഒട്ടിക്കുമ്പോൾ ഈ ഒരു അറ്റത്ത് വരുന്ന പോർഷൻ മാത്രമല്ലേ, അത് മാത്രം നമ്മൾ ഗ്ലൂ ചെയ്ത് ഒട്ടിച്ചു കൊടുത്താൽ മതി. സിമിലർലി ഇതേപോലെ തന്നെ ഒരു പീസ് നമ്മൾ മടക്കി വെച്ചിട്ടില്ലേ, അത് ഏറ്റവും മുകളിലായിട്ട് ഒന്നും കൂടെ ഒട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻറ്ററിൽ ഒട്ടിക്കാനുള്ളതാണ്. സെൻറ്ററിൽ നമ്മൾ ഇച്ചിരി ഡിഫറെൻ്റ് ആയിട്ടാണല്ലോ മടക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും എൻഡിൽ വരുന്ന 2 പോർഷൻസ്, ആ മടക്ക് വരുന്ന 2 പോർഷൻസ് മാത്രം ഒട്ടിച്ചു കൊടുത്താൽ മതി. ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം എന്താ ഞാൻ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിലെ 2 ഒരേപോലെ വരും. അതിൻ്റെ നടുക്കുള്ളത് ഇച്ചിരി ഡിഫറെൻ്റ് ആയിട്ടാണ് പോപ്പ് ചെയ്ത് വരിക. പിന്നെ ഓൾറെഡി ഞാൻ കളർ ചെയ്ത് വെച്ചിരുന്നത് എൻ്റെ ഇഷ്ടത്തിനുള്ള കുറച്ച് ചിത്രങ്ങൾ മാത്രമാണ്. ചിത്രങ്ങളും കളറിങ്സും ഒക്കെയാണ് ഏറ്റവും സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റുന്നതാണ് ഞാൻ വരച്ചു കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നന്നായിട്ട് വരയ്ക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ അടിപൊളിയായിട്ട് വരച്ചു കൊടുക്കുക. അല്ലെങ്കിൽ എൻ്റെ പോലെ ഇതുപോലെ തട്ടിക്കൂട്ടൊക്കെ ആയിട്ട് ചെയ്ത് വെച്ചാലും മതി. സോ ഫൈനലി ഇതുപോലത്തെ 2 എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇതൊരു ബുക്ക് പോലെ ആക്കാമെന്ന്. സോ രണ്ടും കൂടെ ഞാനൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ ഓപ്പൺ ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ബുക്ക്ലെറ്റ് പോലെ അത് ഓപ്പൺ ആയിട്ട് വരുന്നുണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ബൈ.